പശ്ചിമേഷ്യൻ യുദ്ധത്തെ തുടർന്ന് വ്യോമയാന മേഖലയിൽ ഉടലെടുത്ത പ്രതിസന്ധി ഇന്ത്യയിലെ മുൻനിര കമ്പനിയായ എയർ ഇന്ത്യയെയും ബാധിച്ചു. എയർ ഇന്ത്യ കഴിഞ്ഞ ദിവസം ജീവനക്കാർക്ക് അയച്ച കത്തിൽ ചെലവുകൾ പരമാവധി കുറയ്ക്കാനും സാമ്പത്തിക അച്ചടക്കം പാലിക്കാനും സിഇഒയും മാനേജിംഗ് ഡയറക്ടറുമായ ക്യാമ്പൽ വിൽസൺ ആവശ്യപ്പെട്ടു. ഓപ്പറേഷൻ സിന്ദൂറിനെ തുടർന്ന് പാകിസ്ഥാന്റെ ആകാശപാത ഇന്ത്യൻ കമ്പനികൾ ഉപയോഗിക്കുന്നില്ലായിരുന്നു. ഇത് അന്താരാഷ്ട്ര റൂട്ടുകളിൽ യാത്രാ ദൈർഘ്യം വർദ്ധിപ്പിച്ചു. പശ്ചിമേഷ്യൻ യുദ്ധം കൂടി വന്നതോടെ വിമാന ഇന്ധന വിലയും 10 മടങ്ങായി കുതിച്ചുയർന്നു. പ്രതിസന്ധിയുണ്ടെങ്കിലും കമ്പനിയിൽ നിന്ന് ആരെയും പിരിച്ചുവിടില്ലെന്ന് ചീഫ് ഹ്യൂമൻ റിസോഴ്സ് ഓഫീസർ രവീന്ദ്രകുമാർ GP ജീവനക്കാർക്ക് ഉറപ്പു നൽകിയിട്ടുണ്ട്. അതേസമയം ശമ്പള വർധനവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കാലതാമസം ഉണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇതു സംബന്ധിച്ച് എല്ലാ ജീവനക്കാർക്കും സന്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. പ്രവർത്തന ചെലവിൽ വർധനവ് സാധാരണഗതിയിൽ ഇന്ത്യൻ എയർലൈൻ കമ്പനികളുടെ ചെലവിന്റെ 40% വരെയാണ് വിമാന ഇന്ധന നിരക്ക് വരുന്നത്. എന്നാൽ ഇപ്പോൾ പ്രവർത്തന ചെലവിന്റെ 50 മുതൽ 60% വരെയും വരുന്നുണ്ട്. വിമാന ഇന്ധന വില വർധനവ് എത്രത്തോളം ഈ മേഖലയെ ബാധിച്ചു എന്നതിന്റെ തെളിവാണ് ഇതെന്ന് കാംപെൽ വിൽസൺ പറഞ്ഞു. ടാറ്റ ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുള്ള എയർ ഇന്ത്യ 2025-26 സാമ്പത്തിക വർഷം 22,000 കോടി രൂപയുടെ നഷ്ടമാണ് നേരിട്ടത്. 3 വർഷത്തെ 10,859 കോടി രൂപയിൽ നിന്ന് വലിയ കുതിപ്പാണിത്. പശ്ചിമേഷ്യൻ പ്രതിസന്ധി ഇന്ത്യൻ വിമാന കമ്പനികളെ മാത്രമല്ല ബാധിച്ചിരിക്കുന്നത്. അമേരിക്കയിലെ സ്പിരിറ്റ് എയർലൈൻസ് മെയ് 2 പ്രവർത്തനം അവസാനിപ്പിച്ചിരുന്നു. US-ലെ പ്രധാനപ്പെട്ട ബജറ്റ് എയർലൈൻ ആയിരുന്നു ഇത്. 34 വർഷത്തെ സർവീസിന് ശേഷമാണ് കമ്പനി അടച്ചുപൂട്ടുന്നത്. 17,000-ഓളം പേർ സ്പിരിറ്റ് എയർലൈൻസിൽ ജോലി ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക് കേരള പ്രണാമം.